എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്കൊരു LED പ്രവർത്തനം ചെയ്ത് നോക്കാം. ഒരു LED നോക്കൂ. LEDകൾ നമുക്ക് പല നിറത്തിൽ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകും. ഇവിടെ നമുക്ക് 3 നിറത്തിലുള്ള LEDകളുണ്ട്. അപ്പോൾ ഈ LED നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു കാല് നീളം കൂടുതലാണ്, ഒരു കാല് നീളം കുറവാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ 2 ലെഗുകളാണ് ഒരു LEDക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ പ്രകാശിപ്പിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വലിയ കാലിനെ നമ്മൾ സാധാരണ പറയുന്നത് പോസിറ്റീവ് എന്നും ചെറുതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നെഗറ്റീവ് എന്നാണ് പറയുന്നത്. ഒരു LED പ്രകാശിപ്പിക്കാൻ എത്ര വോൾട്ടേജ് വേണമെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 3 വോൾട്ടാണ് ഒരു LEDയിലേക്ക് നമുക്ക് നൽകേണ്ട പരമാവധി വോൾട്ടത. അതിൽ കൂടുതൽ നൽകിയ എന്ത് സംഭവിക്കും? LED ഫ്യൂസ് ആവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് ലഭ്യമായ ഈ ഒരു സെല്ല് ഇതിനെ സുരക്ഷിതമായി പ്രകാശിപ്പിക്കാൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ലിഥിയം സെല്ലാണ്, മൈക്രോ ലിഥിയം സെല്ലാണ്. ഏകദേശം 3 വോൾട്ടാണ് ഇതിൽ നിന്ന് വരുന്നത്. ഈ സെല്ല് ഉപയോഗിച്ച് നമുക്ക് LED ഒന്ന് പ്രകാശിപ്പിച്ച് നോക്കിയാലോ. ഈ സെല്ലിൻ്റെ മുകൾ ഭാഗം പോസിറ്റീവും താഴ്ഭാഗം എന്തായിരിക്കും? നെഗറ്റീവാണ്. ഓക്കെ, നമുക്കൊരു LED ഒന്ന് പ്രകാശിപ്പിച്ച് നോക്കാം. അപ്പോൾ ഈ LED എടുത്തു കഴിഞ്ഞാൽ ഇതിയുടെ പോസിറ്റീവ് ഭാഗം ഈ സെല്ലിൻ്റെ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ഭാഗം നെഗറ്റീവായിട്ടും നമുക്കൊന്ന് ബന്ധിപ്പിച്ച് നോക്കാം. ഞാനിവിടെ LEDയുടെ വലിയ കാല് അഥവാ പോസിറ്റീവ് കാല് സെല്ലിൻ്റെ മുകൾ ഭാഗമായിട്ട് ടച്ച് ചെയ്യുന്നു. ചെറിയ കാല് താഴെയായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിച്ചു? LED പ്രകാശിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചൊന്ന് ഘടിപ്പിച്ച് നോക്കിയാലോ. തിരിച്ച് ഘടിപ്പിച്ച് നോക്കാം. തിരിച്ച് ഘടിപ്പിച്ച് നോക്കിയാൽ LED പ്രകാശിക്കുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ LEDയുടെ വലിയ കാല് സെല്ലിൻ്റെ പോസിറ്റീവായിട്ടും ചെറിയ കാല് സെല്ലിൻ്റെ നെഗറ്റീവായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ LED പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് പരമാവധി വരുന്നത് 3 വോൾട്ട് ആയതുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഇത് പ്രകാശിപ്പിക്കാൻ സാധിക്കും. കൂടുതൽ വോൾട്ടേജ് നൽകുകയാണെങ്കിൽ LED പെട്ടെന്ന് പ്രകാശിച്ച് അത് ബേൺ ആയി പോകാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് LEDകൾ വർക്ക് ചെയ്യുന്നതാണോ എന്ന് ചെക്ക് ചെയ്യാനും ഈ ഒരു മാർഗം യൂസ് ചെയ്യാവുന്നതാണ്.